കാലത്ത് തന്നെ രാജയും സുമേഷും പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. തലേദിവസം പെട്ടെന്നുള്ള വരവായതുകൊണ്ട് അവൻ പറഞ്ഞു നമുക്ക് നേരത്തെ പോകാമെന്ന്. അവർക്കൊപ്പം ശ്രീയും ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകാനാണ്. അവിടെ ബസ് സ്റ്റാൻഡിൽ ഇറക്കി വിടാമെന്ന് രാജി പറഞ്ഞു. അങ്ങനെ വേഗം തന്നെ കാപ്പിയൊക്കെ കുടിച്ചു കഴിഞ്ഞ് അവർ എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങി. കല്ലുവാണെങ്കിൽ ഓരോരോ ചെറിയ ജോലികളൊക്കെ ചെയ്ത് നടക്കുകയാണ്. അച്ഛൻ അവൾക്ക് പറഞ്ഞു കൊടുത്തത് അപ്രകാരമാണ് അതെല്ലാം ചെയ്യുന്നത്. വെറുതെ മടി പിടിച്ചിരുന്നാൽ പറ്റൂല, എന്തെങ്കിലുമൊക്കെ ചെയ്യണം, എങ്കിലേ സുഖപ്രസവം നടക്കൂ. ഈ ഒരു പല്ലവിയാണ് അച്ഛമ്മ സദാസമയം അവളോട് പറയുന്നത്. റൂമെല്ലാം മടിച്ചു വാരി കഴിഞ്ഞാണ് അവളും ശോഭയും ഭക്ഷണം കഴിക്കാനിരുന്നത്. കണ്ണനാണെങ്കിൽ ബാപ്പൂട്ടി വന്ന് വിളിച്ചിട്ട് അവനുമായി സംസാരിച്ചുകൊണ്ട് റോഡിൽ നിൽപ്പുണ്ട്. അമ്മേ, എന്താ മോളെ? അച്ഛൻ എവിടെ പോയി? കണ്ടില്ലല്ലോ. അച്ഛൻ ശോഭ പറഞ്ഞ് പൂർത്തിയാക്കാതെ ഭക്ഷണം വാരിക്കുഴച്ചുകൊണ്ടിരുന്നു. എന്താ അമ്മേ, എന്തു പറ്റി? ഏയ് ഒന്നുമില്ല മോളെ, അച്ഛൻ അപ്പുറത്തെ എവിടെ പോയതാ, ഇപ്പോൾ വരും. അത് പറയുമ്പോൾ അമ്മയ്ക്ക് എന്തോ ഒരു വല്ലഴിക പോലെ അവൾക്ക് തോന്നി. അമ്മേ, എന്താ അമ്മേ, എന്തു പറ്റി? അമ്മ എന്നോട് എന്തെങ്കിലും വിളിക്കുന്നുണ്ടോ? ഏയ് ഇല്ലെന്നേ, മോള് കഴിക്ക്. അവർ ഇരുന്ന കസാര പുറകോട്ട് വലിച്ചുകൊണ്ട് എഴുന്നേറ്റു. അമ്മ കഴിച്ചില്ലല്ലോ. മതിയായിട്ടാ. അവർ വേഗം അടുക്കളപ്പുറത്തെ ചായപ്പിൻ്റെ വശത്തേക്ക് പോയി. കല്ലുവാണെങ്കിൽ അല്പം കഴിഞ്ഞാണ് അമ്മയുടെ അടുത്തേക്ക് ചെന്നത്. അവർ അപ്പോൾ എന്തൊക്കെയോ ജോലി ചെയ്തുകൊണ്ട് നടക്കുന്നു. അച്ഛനെത് എവിടെ പോയി എന്ന് കുറേ ആലോചിച്ച് നോക്കിയെങ്കിലും അവൾക്ക് പിടികിട്ടിയില്ല. കണ്ണൻ വന്നപ്പോൾ കല്ലു ഇക്കാര്യം അവനോട് പറഞ്ഞു. ഉടനെ അവൻ ഫോൺ എടുത്ത് അച്ഛനെ വിളിച്ചു. അച്ഛാ, എന്താ മോനെ? പരിഭ്രമം നിറഞ്ഞ അച്ഛൻ്റെ ശബ്ദം അവൻ കേട്ടു. അച്ഛൻ എവിടാ? ഞാനിതേ ദേവിസിയുടെ കടയിലുണ്ട്. എന്നടാ? അച്ഛനെ കാണഞ്ഞുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. ഞാൻ ചുമ്മാ നടക്കാൻ ഇറങ്ങിയതാണ് മോനെ, ഇപ്പോൾ വരാട്ടോ. അയാൾ വേഗം ഫോൺ കട്ട് ചെയ്തു. അമ്മയോട് ചോദിക്കാമെന്ന് കരുതി ചെന്നപ്പോൾ അടുത്ത വീട്ടിലെ വിലാസിനി ചേച്ചി തുണി തയ്ക്കാൻ കൊടുക്കാൻ വന്നിട്ടുണ്ട്. ഇനി 1 മണിക്കൂർ കഴിയാതെ അവർ പോകില്ല. അവന് ചെറിയ ദേഷ്യം തോന്നി. മുറിയിൽ വന്നപ്പോൾ കല്ലു അച്ഛമ്മയെ ഫോൺ വിളിക്കുകയാണ്. വിശേഷമൊക്കെ പറഞ്ഞ ശേഷം അവൾ ഫോൺ കട്ട് ചെയ്തു. കണ്ണൻ്റെ നെറ്റിലെ മുറിവിൽ അവൾ മെല്ലെ മരുന്ന് പുരട്ടുകയാണ്. അവന് വേദനയുണ്ടെന്ന് നെറ്റിച്ചുളയുന്നത് കാണുമ്പോൾ അറിയാം. ഏട്ടാ, വിഷമത്തോടെ അവൾ വിളിച്ചു. ഒരു കണ്ണിറക്കി അടച്ച് പിടിച്ചുകൊണ്ട് അവൻ മറ്റേ കണ്ണ് തുറന്നു. വേദനയാണോ? ഇപ്പോൾ കരയുന്ന മട്ടിലാണ് പെണ്ണെന്ന് ആ നിൽപ്പ് കാണുമ്പോൾ അറിയാം. അത് മരുന്ന് പുരട്ടിപ്പോൾ ചെറിയ നീറ്റൽ, അതുകൊണ്ടാ. സാരില്ല കല്ലു. വേറെ ഹോസ്പിറ്റലിൽ പോയാലോ ഏട്ടാ? കല്ലി വിഷമത്തോടെ അവനെ നോക്കി. ഏട്ടന് നല്ല വേദനയില്ലേ? ഇല്ലെന്നേ, 2 ദിവസം കൊണ്ട് അത് മാറും. ഉറപ്പാണോ ഏട്ടാ? നീ ഗുളികയൊക്കെ കഴിച്ചോ? കഴിച്ചു. മോളെ കല്ലു, അമ്മ വിളിച്ചപ്പോൾ അവൾ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. എന്താമേ? ദേ വിലാസിനി ചേച്ചി ഇറങ്ങുക. കുറച്ച് കഴിഞ്ഞ് പോകാൻ ചേച്ചി. അവിടെ ചെന്നാലും ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ജോലിയൊന്നും കഴിഞ്ഞില്ല മോളെ. ചേട്ടൻ ചിലപ്പോൾ ഉച്ചയ്ക്ക് ഉണ്ണാൻ വരും. കൂട്ടാനൊക്കെ വെക്കണം. അതെയോ? ഇത്തിരി മത്തി മേടിച്ച് വെള്ളത്തിലിട്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എൻ്റെ അനിയത്തിര മോളിലെ പാലുകാശാണ് അടുത്ത ഞായറാഴ്ച. അതിന് പോകാൻ ഒരു ബ്ലൗസ് തയ്ക്കാൻ കൊടുക്കാൻ ഇറങ്ങിയതാണ്. എവിടെയാണ് ചടങ്ങ്? വെണ്ണിക്കുളം വരെ പോകണം. അതും പറഞ്ഞുകൊണ്ട് അവർ ഇറയത്ത് കിടന്ന് ചെരിപ്പിട്ടുകൊണ്ട് അവരോട് ഓരോന്നൊക്കെ പറഞ്ഞിറങ്ങി. ഞാൻ ഇറങ്ങട്ടെ മോളെ, സംസാരിച്ച് നിന്നാലേ സമയം പോകും. ശരി ചേച്ചി. ശോഭയാണെങ്കിൽ കോഴികൾക്ക് ഒക്കെ തീറ്റിയിട്ട് കൊടുക്കുവാനായി അടുക്കള വശത്തേക്ക് നടന്നു. കല്ല് ഫ്രിഡ്ജിൽ നിന്നും മീനെടുത്ത് തണുപ്പ് മാറാനായി വെള്ളത്തിലേക്ക് വെച്ചു. കോഴികളെല്ലാം കലവില ശബ്ദത്തോടെ തീറ്റ കുത്തി പെറുകുന്നുണ്ട്. അമ്മേ, എന്താ മോളെ? ചക്കക്കുരുവും പച്ചച്ചീരയും കൂടിയിട്ട് തോരൻ വെച്ചാലോ? അമ്മ തൊടിയിൽ നിന്നും പൊട്ടിച്ചെടുത്ത ചീരത്തണ്ടുകൾ ഇരിക്കുന്നത് കണ്ടപ്പോൾ കല്ലുവിനൊരു പൂതി. വെക്കാം. അവൾ ചീരയിലകളൊക്കെ എടുത്ത് അതിലെ പൊടിയും മറ്റും തട്ടിക്കളഞ്ഞു. ശോഭ കയറി വന്ന് ചക്കക്കുരു തോലി കളയുവാൻ തുടങ്ങി. അമ്മയുടെ മനസ്സ് ഇവിടെയൊന്നും അല്ലെന്ന് കല്ലുവിനും തോന്നി. സാധാരണയാണെങ്കിൽ അമ്മ ഒരുപാട് സംസാരിച്ചുകൊണ്ടിരുന്നാണ് ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഇന്ന് അമ്മയ്ക്കാകെ വിഷമം പോലെ. അച്ഛൻ ഇനി എന്തെങ്കിലും ജോലി തിരക്കി പോയതാണോ? അവൾ ആലോചിച്ചു. ഏയ്, അങ്ങനെ വരാൻ വഴിയില്ല. കാരണം അച്ഛനോട് ഇനി അങ്ങനെ ജോലിക്കൊന്നും പോകരുതെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാണ്. ആ സ്ഥിതിക്ക് അച്ഛൻ ഒരിടത്തും പോകില്ല. ഇനി ആർക്കെങ്കിലും പൈസ വല്ലതും കൊടുക്കാനുണ്ടാവോ? അതിന് വല്ലതും പോയോ? പല ചിന്തകളിലൂടെ കല്ലുവിൻ്റെ മനം ഉഴറി. അമ്മേ, കണ്ണനാണ്. എന്താടാ? അച്ഛൻ എന്തിയേ? അച്ഛൻ എവിടെ പോയതാണ്? ഇപ്പോൾ വരും. എവിടെ? എല്ലാം വന്നിട്ട് പറയാമെന്ന് എന്നോട് പറഞ്ഞു. ശോഭ താല്പര്യമില്ലാത്ത മട്ടിൽ പ്രതികരിച്ചു. അമ്മയോട് എവിടെയാണ് പോകുന്നതെന്ന് അച്ഛൻ പറഞ്ഞില്ലേ? ഇല്ലടാ. അറിയാമെങ്കിൽ എനിക്ക് നിന്നോട് പറഞ്ഞോടെ. ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ലല്ലോ അമ്മേ. ഇപ്പോൾ വരുമായിരിക്കും മോനെ, അതാകും. അവൻ അമ്മയെ സൂക്ഷിച്ചു നോക്കി. അവരാണെങ്കിൽ ചക്കക്കുരു വൃത്തിയാക്കുകയാണ്. അപ്പോഴും അവൻ്റെ മുഖത്തേക്ക് പോലും നോക്കുന്നില്ല. കണ്ണൻ്റെ ഫോൺ ശബ്ദിച്ചു. ഏട്ടൻ്റെ ഫോൺ. അവൻ ഫോൺ എടുക്കാനായി റൂമിലേക്ക് പോയി. ഏകദേശം ഒരു 12 മണിയായപ്പോഴാണ് അച്ഛൻ വരുന്നത്.
കണ്ണനാണെങ്കിൽ ഉമ്മർത്തുണ്ട്. അവനെ കണ്ടതും അയാളൊന്ന് പരുങ്ങി. അച്ഛനിതെവിടെ പോയി? ഫോണും എടുത്തില്ലല്ലോ. ആ, നീ വിളിച്ചത് ഞാൻ കണ്ടില്ല മോനെ. എവിടെയായിരുന്നു? അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മയ്ക്കൊട്ട് അറിയില്ല താനും. ഞാൻ വെറുതെ ആ കവല വരെ പോയതാണ്. ഇവിടെ ഇരുന്ന് മടുത്തിട്ട്. തണുപ്പൻ മട്ടിൽ പറഞ്ഞിട്ട് അയാൾ ഭാര്യയെ വിളിച്ചു. എടി, കുടിക്കാൻ എന്തെങ്കിലും എടുക്ക്. വല്ലാത്ത പരവേശം. അവർ ഒരു കപ്പിൽ തണുത്ത വെള്ളം എടുത്തുകൊണ്ട് വന്നു. അച്ഛനെയും അമ്മയും മാറി മാറി നോക്കി. കണ്ണൻ ഇരുന്നിട്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പോഴും എന്തൊക്കെയോ കള്ളത്തരമുണ്ട്. രണ്ടാളുടെയും മുഖം കണ്ടാൽ അറിയാം. അച്ഛനെ കൊണ്ട് തന്നെ പറയിപ്പിക്കും. അവൻ തീർച്ചപ്പെടുത്തി. പോയ കാര്യം എന്തായി അച്ഛാ? കണ്ണൻ ചോദിച്ചു. എന്താടാ? അല്ല, അച്ഛൻ പോയ കാര്യം നടന്നോന്ന് അറിയാനായിരുന്നു. എന്ത് കാര്യം? നീ ഇത് എന്തറിഞ്ഞൂട്ടാ കണ്ണാ? ഞാൻ എല്ലാ കാര്യവും അറിഞ്ഞു. പിന്നെ അച്ഛൻ്റെ നാവിൽ നിന്നും ഒന്ന് കേൾക്കണം, അത്രമാത്രം. ശടാ, ഇവനിത് എന്തോന്നാ ഷോഫി പറയുന്നത്? അയാൾ ഭാര്യയെ നോക്കി. അവർ പക്ഷെ ഒന്നും മറുപടി പറയാതെ താടിക്ക് കൈയും കൊടുത്ത് നിൽക്കുകയാണ്. അച്ഛാ, പണ്ട് ആനപ്പുറത്ത് കയറ്റാമെന്ന് അമ്പിളിമാമനെ പിടിച്ചു തരാമെന്നുമൊക്കെ പറഞ്ഞ് എന്നെ പറ്റിച്ചതുപോലെ ഇത് നടക്കില്ല കേട്ടോ. വയസ്സ് 10-30 കഴിഞ്ഞു എനിക്ക്. രാജനാണെങ്കിൽ ഒന്നും മിണ്ടാതെ മുറിയിലേക്ക് കയറിപ്പോയി. പിന്നാലെ ശോഭയും. ഏട്ടാ, ഏട്ടൻ എന്തെങ്കിലും പറഞ്ഞിട്ടാണോ അച്ഛനോട് അങ്ങനെയൊക്കെ ചോദിച്ചേ? അല്ല, അവൻ ചുമൽ ചലിപ്പിച്ചു. പിന്നെ ഞാൻ ചുമ ഒന്നെറിഞ്ഞു നോക്കി, പക്ഷെ കൊണ്ടില്ല മോളെ. ഈ കണ്ണേട്ടന് ഇതെന്തായിരുന്നു? പാവച്ചൻ. അമ്മയും വിഷമത്തിലാണ്. എന്തോ കാര്യമായ പ്രശ്നമുണ്ട്, എനിക്ക് ഉറപ്പാ. കല്ലു ആലോചനയോടെ ഇരുന്നു. എടി പെണ്ണെ, അതെനിക്ക് ഉറപ്പാ. പക്ഷെ എന്താണെന്നറിയാനാണ് ഞാൻ ഈ പാടുപെടുന്നത്. ഏട്ടൻ അത് ചോദിച്ച് മനസ്സിലാക്കണം. അല്ലാതെ ഇങ്ങനെ മനുഷ്യനെ പൊട്ടന്മാരാക്കരുതേ. പാവച്ചൻ. അത് പറയുമ്പോൾ അവൾക്ക് ശരിക്കും ദേഷ്യം കൊണ്ട് മുഖമൊക്കെ ചുവന്നു. കണ്ണനാണെങ്കിൽ അവളുടെ കവിളിൽ ഒരു കടി വെച്ച് കൊടുത്തു. അവൾ കണ്ണനെ നോക്കി പേടിപ്പിച്ചു. ഇതെന്താ കണ്ണേട്ടാ? എനിക്ക് നന്നായി വേനിച്ചു കേട്ടോ. നന്നായിപ്പോയി. ഒരുപാട് വക്കാലത്ത് പറഞ്ഞ് ബുദ്ധിമുട്ടിയതല്ലേ, അതുകൊണ്ടാണ്. കല്ലു ഒന്നും മിണ്ടാതെ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി. കല്ലു, ഡീ, അവൻ വിളിച്ചുവെങ്കിലും അവളത് കേൾക്കാൻ കൂട്ടാക്കിയില്ല. ഇന്ന് ആരെയാണവോ കണി കണ്ടത്? എല്ലാം കൊണ്ടും പ്രശ്നമാണല്ലോ. അവന് ദേഷ്യം തോന്നി. ഈ അച്ഛന് കാര്യം പറഞ്ഞാൽ എന്താണ്? അവർ രണ്ടും കൽപ്പിച്ച് അവിടെ മുറിയിലേക്ക് നടന്നു. നോക്കിയപ്പോൾ രണ്ടാളും കൂടി കാശ് എണ്ണിക്കൊണ്ടിരിക്കുന്നു. ഇതെന്താമേ? അവൻ നെറ്റിച്ചൊളിച്ചു. മോനെ, നീ ഇങ്ങോട്ട് വാ, ഇവിടെ വന്നിരിക്കുക. അച്ഛനെ കുറിച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. കണ്ണനാണെങ്കിൽ ഒന്നും മനസ്സിലാക്കാത്ത മട്ടിൽ അച്ഛൻ്റെ അടുത്ത് ചെന്നു. അയാൾ ഒരു കെട്ടിൽ നോട്ടെടുത്ത് മകൻ്റെ കയ്യിൽ കൊടുത്തു. കുറച്ച് സ്വർണ്ണമൊക്കെ ഉണ്ടായിരുന്നല്ലോ നിന്റെ അമ്മയുടെ. ഒരു മാലയും 2 വളയും പിന്നെ എൻ്റെ ഒരു ചെറിയ താരമാല. എല്ലാം കൂടി 5 പവൻ മിച്ചം വരും. അത് ഞാൻ കൊണ്ടുപോയി വിറ്റു. ഇപ്പോൾ ആണെങ്കിൽ വില കിട്ടുമല്ലോ മോനെ. ഇനി ഈ പൈസ ഒക്കെ കൊണ്ടുപോയി ബാങ്കിൽ അടയ്ക്കാൻ നോക്ക്. അയാൾ പറഞ്ഞു കേട്ട് കണ്ണൻ അന്തിച്ച് നിന്നുപോയി. അമ്മയുടെ അച്ഛൻ അമ്മയ്ക്കായി കൊടുത്ത സ്ത്രീധനമായിരുന്നു ഒരു ബോംബെ ചെയിൻ്റെ മാലയും 4 വളയും. അതിൽ 2 വള രാജിയുടെ കല്യാണ സമയത്ത് പണയം വെച്ചു. ബാക്കി 2 വളയാണ് ഇന്ന് അച്ഛൻ. അമ്മയാണെങ്കിൽ നിധി പോലെ കാത്തു വെച്ചതാണ്. എല്ലാ ദിവസവും ഒരു 10 പ്രാവശ്യമെങ്കിലും പറയും അമ്മയും മാല മേടിച്ച കഥ. അമ്മയുടെ അച്ഛനും അമ്മയും കൂടെ ഓലം മെടഞ്ഞ് വിറ്റ് താഴെപ്പായ നീരും ഒക്കെ മേടിച്ചതാണിതെല്ലാം. അച്ഛനുമായുള്ള കല്യാണം ഉറപ്പിച്ചപ്പോൾ അമ്മയുടെ വീട്ടിൽ ആകെ പട്ടിണിയും ബുദ്ധിമുട്ടുമായിരുന്നു. അതുകൊണ്ട് ഒരു നിവൃത്തിയുമില്ലായിരുന്നു. അപ്പോഴാണ് അടുത്തുള്ള ഏതോ വലിയ വീട്ടിൽ കല്യാണം വന്നത്. അവിടേക്കായിരുന്നു ഈ ഓലയും പായും ഒക്കെ. അതെല്ലാം ഉണ്ടാക്കി കൊടുക്കാനായി ഏർപ്പാടാക്കിയത് ഇവരെയും. പിന്നീട് വേഗത്തിൽ തന്നെ മുത്തശ്ശൻ പോയി തഴ വെട്ടിക്കൊണ്ടുവന്നു എന്നും അതുപോലെ ഓലയൊക്കെ സംഘടിപ്പിച്ചു എന്നുമൊക്കെയാണ് ആ കഥകൾ. അമ്മയുടെ മുഖത്ത് കണ്ണൻ നോക്കി. അച്ഛൻ പറഞ്ഞതുപോലെ ചെയ്യും മക്കളെ. കടമൊക്കെ വീട്ടിയാൽ തന്നെ പകുതി ആശ്വാസമാകും. അത് പറയുമ്പോഴും അമ്മയുടെ ഉള്ളം തേങ്ങുന്നത് മറ്റാരെക്കാളും അവനറിയാമായിരുന്നു. അത്രമേൽ വിലപിടിപ്പുള്ള ഒന്നും അമ്മയ്ക്ക് ഈ ഭൂമിയിൽ ഉണ്ടാവില്ല എന്ന് തനിക്കറിയാം. വെറുതെയല്ല അമ്മ കാലത്തെ മുതൽ വിഷമിച്ച് നടന്നത്, തന്നോടൊരു വാക്ക് പോലും ചോദിക്കാതെ. അച്ഛാ, എന്താ കണ്ണാ? അത് എവിടെയാണ് അച്ഛൻ കൊണ്ടുപോയി വിറ്റത്? മോശക്കടയെടുത്ത്. എന്നോടൊരു വാക്ക് പോലും പറയാതെ അത്രയ്ക്ക് ഞാൻ നിങ്ങൾക്കൊക്കെ അന്യനായോ? അയ്യോ എടാ, അങ്ങനെയൊന്നും പറയലേ. നീ വിഷമിക്കുന്നത് കണ്ടു നിൽക്കാൻ അച്ഛന് കഴിയില്ല മോനെ. അതുകൊണ്ടല്ലേ അതിന് നീ ഇങ്ങനെയൊക്കെ പറയാതെ. പെട്ടെന്ന് ശോഭ അവനോടായി പറഞ്ഞു. ഞാൻ പറഞ്ഞതിൽ എന്താണമ്മേ തെറ്റ്? എന്നോടൊന്നും പറയാതെ രണ്ടാളും കൂടി എല്ലാം ചെയ്തു വെച്ചു അല്ലേ? എന്നിട്ട് എന്നെ വെറും. കണ്ണൻ്റെ വാക്കുകൾ മുറിഞ്ഞു. മോനെ, നീ ഇനി വേറെ എന്തെങ്കിലും ഒരു ജോലി കണ്ടുപിടിക്കണം. ഈ പാറമടയിൽ പണിക്ക് പോകുന്നതൊക്കെ നിർത്തണം. അച്ഛനും അമ്മയ്ക്കും സത്യം പറഞ്ഞ പേടിയാടാ. നീ പോയിട്ട് വരുന്നത് വരെ ഞങ്ങൾക്ക് ആദ്യമാണ്. അച്ഛാ, എന്ന് കരുതി എനിക്ക് ഈ പണി നിർത്തി വേറെ ജോലിക്ക് പോകാൻ ഇപ്പോൾ പറ്റുമോ? അങ്ങനെ ഓടിച്ചെന്നാൽ കിട്ടാൻ എന്തെങ്കിലും പണി വെച്ച് നീട്ടോ ആരെങ്കിലും. നീ ഇപ്പോൾ തൽക്കാലം ഒരിടത്തേക്കും പോകണ്ട. വീട്ടിൽ നിന്നും വെളിയിലിറങ്ങാൻ തന്നെ പേടിയാ.
ഈ അമ്മ ഇത് എന്താ ഈ പറഞ്ഞത്? പൈസയ്ക്ക് ആവശ്യം കൂടി വരുന്ന സമയമാണ്. അപ്പോഴാണ് ഓരോ മുടന്ന ന്യായങ്ങൾ പറഞ്ഞു വരുന്നത്. കല്ലുമോളുടെ കാര്യങ്ങൾക്കുള്ള പൈസ എങ്ങനെയെങ്കിലും അപ്പോൾ ഒപ്പിക്കാം നമുക്ക്. അതുവരെയുള്ള ചിലവും കാര്യമൊക്കെ അങ്ങ് നടന്നോളും. നീ ഇനി അതൊന്നും മുഖത്ത് വിഷമിക്കണ്ട. ഇപ്പോൾ ഇങ്ങനെ തീരുമാനിക്കാൻ എന്നാ കാണും? ഇന്നലെ നടന്ന കാര്യങ്ങളാണെങ്കിൽ അതൊക്കെ കഴിഞ്ഞില്ലേ. നിന്നോട് തർക്കിക്കാനൊന്നും ഞങ്ങളില്ല. പറയുന്നത് നീ കേട്ടാൽ മതി. ഇപ്പോൾ അവരോട് രണ്ടാളോടും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അവനും തോന്നി. കാരണം അച്ഛനും അമ്മയ്ക്കും കല്ലുവും ശരിക്കും പറഞ്ഞാൽ താൻ പോലും ഇന്നലത്തെ സംഭവത്തിൽ നന്നായി പേടിച്ചു. പക്ഷെ എന്ത് ചെയ്യാൻ? അന്നന്നത്തെ അന്നമുണ്ടാക്കാൻ പാടുപെടുമ്പോഴാണ് ഈ ജോലി നിർത്താൻ ഇവർ പറയുന്നത്. ഒരു ദിവസം ഓട്ടം കുറഞ്ഞാൽ തൻ്റെ നെഞ്ചിൽ ഒരു ആന്തലാണ്. അവൻ മെല്ലെ മുറ്റത്തേക്കിറങ്ങി. കല്ലുവാണെങ്കിൽ തുണികളൊക്കെ നനച്ചിടുകയാണ്. ഇത്തിരി സമയം കുനിഞ്ഞു നിൽക്കും, പിന്നെ അല്പം ഒന്ന് നടുനിവർക്കും. കണ്ണൻ അവളുടെ അടുത്തേക്ക് ചെന്നു. നിനക്ക് വൈകിൽ അമ്മ നനച്ചോളും കല്ലു. എനിക്ക് കുഴപ്പമൊന്നുമില്ല ഏട്ടാ, ഇടയ്ക്ക് ചെറിയ ശ്വാസതടസ്സം മാത്രമേ ഉള്ളൂ. അതെന്താ അങ്ങനെ? നീ ഡോക്ടറോട് പറഞ്ഞോ? പറഞ്ഞു. പേടിക്കാനൊന്നുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. എന്തെങ്കിലും വയ്യാകിയുണ്ടെങ്കിൽ നീ പറയണം കേട്ടോ. ആ. അവൾ നനച്ച തുണികൾ ഒന്നൊന്നായി എടുത്ത ബക്കറ്റിലെ വെള്ളത്തിൽ മുക്കി പിഴിഞ്ഞു. ഏട്ടൻ അച്ഛനോടും അമ്മയോടും സംസാരിച്ചോ? എന്നിട്ട് എന്തു പറഞ്ഞു അച്ഛൻ? നീ റൂമിലേക്ക് വാ, അപ്പം ഞാൻ കാര്യങ്ങളൊക്കെ പറയാം. എന്തേട്ടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ് ഇല്ല. അമ്മ എങ്ങാനും ഇറങ്ങി വന്നാ നമ്മൾ തമ്മിൽ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ അമ്മയ്ക്ക് സങ്കടാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിന്നോട് റൂമിലേക്ക് വരാൻ. അവൾ അവൻ്റെ പിന്നാലെ വരാൻ തുടങ്ങിയതും കണ്ണൻ അവളെ വിലക്കി. നീ ആ തുണി പിഴിഞ്ഞിട്ട് വന്നാൽ മതി കലു. അതും പറഞ്ഞുകൊണ്ട് അവൻ വെറുതെ റോഡിലേക്ക് ഇറങ്ങി. ഏട്ടൻ ഇത് ഇവിടേക്കാ? ഞാൻ വെറുതെ നടന്നിട്ട് വരാം, വീട്ടിലിരുന്ന് മടുത്തു. ഏട്ടൻ തനിച്ച് എങ്ങോട്ടും പോവണ്ട, അച്ഛനെ കൂടി ഒപ്പം കൂട്ടിക്കോ. എന്തിന്? ഞാനതിന് കൊച്ചു കുട്ടിയൊന്നും അല്ലല്ലോ. അവൻ അവളെ നോക്കി അല്പം കടുപ്പത്തിൽ പറഞ്ഞു. എന്നാലും വേണ്ട, ഏട്ടനെ തനിച്ച് വിടാൻ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് പേടിയാ എന്ന് കരുതി ഞാൻ പോവേണ്ട സ്ഥലത്തൊക്കെ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ഒപ്പം വരുമോ? കുഴപ്പമാവൂ ഏട്ടാ. ഉള്ളിലെ പേടി മറച്ചു വയ്ക്കാതെ കല്ലു അവനെ നോക്കി. ദേ കല്ലു, എൻ്റെ വാലിരിക്കുന്ന ഒന്നും കേൾക്കരുത് കേട്ടോ നീ. ഇപ്പോൾ അച്ഛനും അമ്മയും ഉപദേശം കഴിഞ്ഞതേയുള്ളൂ. അടുത്തത് നീയും കൂടി തുടങ്ങിയോ? ഒരു തരത്തിലും വീട്ടിലിരുന്നാൽ സമാധാനം ലഭിക്കില്ല. അതും പറഞ്ഞുകൊണ്ട് അവൻ റോഡിലൂടെ നടന്നുപോയി. നനച്ച് പിഴിഞ്ഞ് തുണികൾ വേഗം അഴിയിൽ വിരിച്ചിട്ട് കല്ലു അമ്മയുടെ അടുത്തേക്ക് ചെന്നു. അവൾക്ക് കുളിക്കുവാനുള്ള വെള്ളം ചൂടാക്കുവാൻ അടുപ്പത്ത് വെച്ചിരിക്കുകയാണ് ശോഭ. അപ്പോൾ കുഴപ്പ് തേച്ച് പിടിപ്പിക്കാൻ മോളെ, വെള്ളം അപ്പോഴേക്കും ചൂടാകും, ശോഭ കല്ലുവിനോട് പറഞ്ഞു. ശരി അമ്മേ. അവൻ എന്തിയെ, കിടക്കുവാണോ? അല്ലമ്മേ, വീട്ടിലിരുന്ന് മടുത്തൊന്നും പറഞ്ഞ് ആ റോഡിലേക്ക് ഇറങ്ങി. എങ്ങോട്ടാ പോയത്? എന്നോട് പറഞ്ഞില്ലമ്മേ. ഇപ്പോൾ എവിടേക്കും പോകണ്ടെന്ന് ഞാൻ പറഞ്ഞതിന് ഏട്ടൻ എന്നോട് ദേഷ്യപ്പെട്ടു. എൻ്റെ ഈശ്വര, ഈ ചെക്കനെ കൊണ്ട് തോറ്റു. അവർ വേഗം ഫോൺ എടുത്ത് കണ്ണനെ വിളിച്ചു. എന്താമ്മേ? അവൻ്റെ ശബ്ദം അമ്മയുടെ അരികത്തായി നിന്ന കല്ലുവും കേട്ടു. നീ എവിടെയാ കണ്ണാ? ഞാനിവിടെ ദിനേശിൻ്റെ വീട്ടിലുണ്ട്. എന്നാമ്മേ? ഇങ്ങോട്ട് വാടാ. വെറുതെ എന്തിനാ അവിടെ പോയിരിക്കുന്നേ? ആ വരാം. അമ്മ ഫോൺ വയ്ക്കാൻ നോക്ക്. കണ്ണൻ ഫോൺ കട്ട് ചെയ്തു. എവിടെയാ അമ്മ ഏട്ടൻ? രാജമ്മ ചേച്ചിയുടെ വീട്ടിലുണ്ട്. ദിനേശനായിട്ട് വർത്തമാനമാണ്. ആ എൻ്റെ മോളെ, എനിക്ക് പേടിയാ. അവൻ എങ്ങോട്ടെങ്കിലും ഇറങ്ങിയാ അപ്പം മനസ്സിന് വല്ലാത്ത ബുദ്ധിമുട്ട്. ശോഭ തൻ്റെ ഉള്ളിലെ ആകുലത അവളോട് മറച്ചു വയ്ക്കാതെ പറഞ്ഞു. സത്യം പറഞ്ഞാൽ എനിക്കും അങ്ങനെ തന്നെയാണ് അമ്മേ. ഒരു സമാധാനവും ഇല്ല, വല്ലാത്ത പേടി. ഏട്ടൻ എന്തെങ്കിലും പറ്റിയാൽ പിന്നെ. അത് പറയുകയും കല്ലു കരഞ്ഞു പോയി. അപ്പോഴാണ് ശോഭയ്ക്കും താൻ അവളോട് പറഞ്ഞത് അബദ്ധമായി എന്ന് തോന്നിയത്. അയ്യോ എൻ്റെ മോളെ കരയാതെ, അതിന് മാത്രം ഒന്നും അവന് പറ്റിയില്ലല്ലോ. ഇത് ആളറിയാതെ അവനോട് ആരും ഇങ്ങനെയൊന്നും പെരുമാറില്ല. അത്രയ്ക്ക് പാവല്ലേ അവൻ. ശോഭ അവളെ സമാധാനിപ്പിച്ചു. പെട്ടെന്ന് കല്ലു അവിടെ നെഞ്ചിലേക്ക് വീണു. എനിക്കൊരു മനസ്സമാധാനം ഇല്ലമ്മേ. ഓർക്കും തോറും പേടിയാ. എൻ്റെ നെഞ്ചി പൊട്ടു അമ്മേ. കണ്ണേട്ടൻ പാപം ഈ ഗതി വന്നല്ലോ. എനിക്ക് എന്നും എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഈശ്വരൻ ദുഃഖം മാത്രമാണ് തരുന്നത്. അവൾ തൻ്റെ സങ്കടം മുഴുവനും അമ്മയുടെ മാറിലേക്ക് വീണ് കിടന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. മോളെ കരയാതെ, നിൻ്റെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ ഭാവിക്കും വിഷമം വരും. അവളെ തോളിൽ തട്ടി ശോഭ ആശ്വസിപ്പിച്ചു. പെറ്റമ്മയില്ലാത്ത കുറവ്, അമ്മയുടെ സ്വാതന്ത്ര്യം, കരുതൽ, സ്നേഹം ഒന്നും അവൾക്ക് കിട്ടിയിട്ടില്ല. തൻ്റെ മനസ്സിലെ ദുഃഖവും വിഷമമൊക്കെ ആരോടും പറയാതെല്ലാം ഉള്ളിലൊതുക്കി നടക്കുകയായിരുന്നു അവൾ. മോളെ വിഷമിക്കാതെ, എന്തോ ഒരു കഷ്ടകാലമായിരുന്നു അവന്. ഒക്കെ മാറിപ്പോയിന്ന് കരുതിയാൽ മതി. നമ്മുടെ കുഞ്ഞുവാവ വന്നു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടും മോളെ. എല്ലാ പ്രശ്നവും തീരും, എല്ലാ ബുദ്ധിമുട്ടും ഈശ്വരൻ മാറ്റും. അമ്മയ്ക്ക് ഉറപ്പാണ്. ആ പ്രതീക്ഷ എൻ്റെ മോൾക്കും വേണം കേട്ടോ. അവളെ നെറുകിൽ ശോഭ ഉമ്മ വെച്ചു. എന്നിട്ടവൾ മിഴിനീര് തുടച്ച് കളഞ്ഞു. മാസം അടുക്കാറായതാ കേട്ടോ. ഇങ്ങനെ കരഞ്ഞ് നിലവിളിച്ച് പ്രഷർ കൂട്ടാതെ, എല്ലാം കുഞ്ഞിന് കേടാ.
സ്നേഹത്തോടെ അവർ അവളെ ശാസിച്ചു. ഇല്ലമ്മേ, എനിക്കറിയില്ല. ഇതെനിക്ക് എൻ്റെ സമനില തെറ്റിപ്പോയി. അയ്യോ എൻ്റെ കുഞ്ഞെ, നീ വേണ്ടാത്ത വർത്തമാനമൊന്നും പറയലേ. ഈശ്വരനോട് പ്രാർത്ഥിക്കു കൂട്ടി, മനസ്സിന് ധൈര്യം കിട്ടും. അവർ അവളുടെ കാലിലൊക്കെ കുഴമ്പ് തേച്ച് കൊടുത്തു. മോളെ, നീ ഇവിടെ ഇരിക്കുക കേട്ടോ, ഞാനല്പം ചെമ്പരത്തില പൊട്ടിക്കട്ടെ. ശോഭ വെളിയിലേക്ക് ഇറങ്ങിപ്പോയി. പിന്നാമ്പുറത്തേക്ക് വേഗം ചെന്നതും അവിടെ കണ്ണീർ ധാരധാരയായി ഒഴുകി. എൻ്റെ ഭഗവാനെ, ഞാനും എൻ്റെ ചേട്ടനും ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചതാണ് ജീവിച്ചത്. എന്നാലും ഞങ്ങളുടെ മക്കളായിരുന്നു ഞങ്ങൾക്ക് നീ തന്ന നിധി. അവർ 3 പേരുമായിരുന്നു ഇവിടെ സ്വർഗം തീർത്തത്. അതുപോലെ എൻ്റെ കണ്ണനും കല്ലുവിനും നീ നല്ലൊരു കുഞ്ഞിനെ കൊടുക്കണേ. എൻ്റെ മക്കൾ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്, അതെല്ലാം നീ മാറ്റിക്കൊടുക്കണേ. അവർക്ക് നന്മ വരുത്താവുള്ളൂ. എൻ്റെ മക്കൾക്കും ചേട്ടനും ഒരു ഉറുമ്പ് കടിച്ചാൽ പോലും ഒരു വേദന വരല്ലേ. എൻ്റെ ജീവൻ എടുത്താലും എനിക്ക് സങ്കടമില്ല. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് മനസ്സമാധാനത്തിൽ കഴിയണേ. മൂകമായി ആമ മനസ്സ് തേങ്ങി. തോളിൽ ആരോ പിടിച്ചതും ശോഭ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. എന്താ ചേട്ടാ? കണ്ണുനീർ തുടച്ചുകൊണ്ട് അവർ ഭർത്താവിനെ നോക്കി. നീ എന്താ കരയുന്നേ? അയാൾ ഭാര്യയെ സൂക്ഷിച്ചു നോക്കി. ഓ, ഞാൻ വെറുതെ ഓരോന്നാലോചിച്ചു. അവർ പെട്ടെന്ന് അയാളുടെ അടുത്തു നിന്നും മാറി ചെമ്പരത്തിയില പൊട്ടിച്ചു. നീ എന്താണ് ഇത്രയ്ക്ക് ആലോചിച്ചേ? ഓ, കല്ലുമോളാണെങ്കിൽ അവളുടെ വിഷമം പറയുകയായിരുന്നു ചേട്ടാ. പാവം കുട്ടി, അമ്മയില്ലാതെ വളർന്നതല്ലേ. ഈ സമയത്തൊക്കെ അവൾക്ക് സ്വന്തം അമ്മയില്ലാത്ത വിഷമം കാണും. ശോഭ അയാളോടായി പറഞ്ഞു. അയാൾ ഒന്നുകൂടെ ശോഭയെ സൂക്ഷിച്ചു നോക്കി. നിങ്ങൾ എന്നാ ഇങ്ങനെ എന്നെ നോക്കുന്നേ? ഉടനെ തേങ്ങൽ മറച്ചു വെച്ചുകൊണ്ട് ശോഭ ഭർത്താവിനോടായി ചോദിച്ചു. നിന്നെ ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയതല്ല കേട്ടോ ശോഭയെ. ഓ, അങ്ങോട്ട് മാറി നിൽക്ക് മനുഷ്യ, വെറുതെ കിന്നരിക്കാൻ വന്നേക്കുന്നു. ആ പെൺകൊച്ച് അവിടെ ഇരിക്കാം. ശോഭ അയാളെ മറികടന്ന് കല്ലുവിൻ്റെ അരികിലേക്ക് പോയി. വെള്ളം എടുത്തുകൊണ്ട് പോയി അവർ ബാത്റൂമിൽ വെച്ചിരിക്കുന്ന ചെരുവത്തിലൊഴിച്ചു. കല്ലുവിന് ഇരുന്ന് കുളിക്കുവാനായി ഒരു പഴയ കസാര എടുത്തുകൊണ്ട് വന്നിട്ട് കൊടുത്തു. ഇപ്പോൾ അവൾ അതിലിരുന്നാണ് കുളിക്കുന്നത്. കാരണം അവൾക്ക് ഓരോ ദിവസം കഴിയുന്തോറും ക്ഷീണം കൂടിക്കൂടി വരുന്നുണ്ട്. ഒരുപാട് സമയം നിൽക്കുമ്പോൾ വല്ല തളർച്ചയോ മറ്റോ വരുമോ എന്ന പേടിയാണ് ശോഭയ്ക്കും. അവർ കുളിപ്പിക്കാമെന്ന് പറഞ്ഞാൽ കല്ല് സമ്മതിക്കില്ല. താൻ മെല്ലെ കുളിച്ചോളാം അമ്മേ, എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ അമ്മയെ വിളിച്ചോളാമെന്ന് അവൾ പറഞ്ഞത്. മോളെ, എന്തോ? എന്നാൽ കുളിക്കാൻ കയറിക്കോ കേട്ടോ, അമ്മ വെള്ളം ഒഴിച്ചു. ശോഭ പറഞ്ഞതും കല്ല് കുളിക്കാനായി കയറിപ്പോയി. ശോഭ അപ്പോഴേക്കും താൻ കല്ലുവിന് വേണ്ടി തുന്നിയ നൈറ്റി എടുത്തുകൊണ്ടുവന്ന് അവൾക്ക് കൊടുത്തു. അമ്മ ഇത് തയ്ച്ച് കഴിഞ്ഞിരുന്നോ? ഉവ്, പാകാണെന്ന് നോക്കിക്കാം മോളെ. മെറൂൺ നിറത്തിലുള്ള പൂക്കൾ ചേർന്ന ഒരു നൈറ്റിയായിരുന്നു അത്. കല്ലുവിന് നന്നെ ഇഷ്ടമായിരുന്നു. ചെമ്പത്തിത്താളിയൊക്കെ പതപ്പിച്ച് മുടിയിലെ എണ്ണമെഴുക്കുമെല്ലാം കളഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞിറങ്ങിയപ്പോൾ അവൾക്കല്പം വല്ലാത്തൊരു സുഖമായിരുന്നു. തലമുടി തോർത്തുകൊണ്ട് വട്ടം ചുറ്റി മേൽപോട്ട് വെച്ചിട്ട് അവൾ മുറ്റത്തേക്ക് ഇറങ്ങി വന്നു. ചൂടുവെള്ളത്തിലെ കുളി കഴിയുമ്പോൾ തൻ്റെ വേദനകൾക്കൊക്കെ നല്ല ആശ്വാസം തോന്നി അവൾക്ക്. മുടിയിലെ വെള്ളം നന്നായി തോർത്തു മോളെ, വല്ല ജലദോഷവും പിടിച്ചാൽ പിന്നെ ബുദ്ധിമുട്ടാണ്, ശോഭ വിളിച്ചു പറഞ്ഞു. കല്ലൊരു ഉണങ്ങിയ ടവൽ എടുത്തുകൊണ്ട് വന്ന് വീണ്ടും മുടിയിൽ നിന്നും ഒക്കെ നന്നായി വെള്ളം ഒപ്പിക്കളഞ്ഞു. ശോഭ അപ്പോഴേക്കും അവൾക്കുള്ള ചായ എടുത്തുകൊണ്ട് വന്ന് കൊടുത്തു. ഇതാ മോളെ, ഇത് കുടിക്ക്. അമ്മേ, ഞാൻ അവിടേക്ക് വന്നോളാം. ആ, അത് സാരില്ല, നീ ഇത് ചൂടാറും മുന്നേ കുടിച്ചോളൂ. അവർ കൊടുത്ത കൊഴുക്കട്ടയും ചായയും അവൾ മേടിച്ച് മേശമേൽ വെച്ചു. അമ്മയും ഇരിക്ക്, മോള് കഴിക്ക്, ഞാൻ അച്ഛനോട് കൊടുക്കട്ടെ. ആ ചെക്കന്ത് എവിടെ പോയാവോ? മുറി വിട്ടിറങ്ങുമ്പോൾ ശോഭ ആരോടൊന്നില്ലാതെ പറഞ്ഞു. ഞാൻ ഇവിടെ ഉണ്ടമ്മേ, അല്ലാണ്ട് എവിടെ പോകാനാ? ശരി, പൂരിയിട്ടിട്ട് കണ്ണൻ വീടിൻ്റെ ഉള്ളിലേക്ക് കയറി. നിന്നെ തിരക്കി വരാൻ തുടങ്ങുമായിരുന്നു. അവൻ അമ്മയെ ദേഷ്യത്തിലൊന്ന് നോക്കി, എന്നിട്ട് മുറിയിലേക്ക് കയറിപ്പോയി. കല്ലുവാണെങ്കിൽ അവിടെ ഇരുന്ന് ചായ കുടിക്കുകയാണ്. ഇത് എവിടെയായിരുന്നു എൻ്റെ കണ്ണേട്ടാ? എത്ര നേരം വെച്ചാടി ഇവിടെ ഇരിക്കുന്നേ? ഞാനാണെങ്കിൽ ഇങ്ങനെയൊന്നും ഇതുവരെ ഇരുന്നിട്ടില്ല, വെറുതെ ബോറടിച്ചു. വയ്യാതെ ഇരിക്കുന്നതല്ലേ ഏട്ടൻ, എന്നിട്ട് വെറുതെ നാട് ചുറ്റാൻ പോയോ? ഓ, എന്ന് പറഞ്ഞാൽ ഇവിടെ വരെ പോയെന്ന് ഓർത്താ? നീ പോയി എനിക്ക് കൂടി ചായ എടുത്തോണ്ട് വാ. ഒരു കഷ്ണം കൊഴുക്കട്ട എടുത്ത് മുറിച്ചവൾ അവൻ്റെ വായിലേക്ക് വെച്ച് കൊടുത്തു. അവനപ്പോൾ അവളുടെ വിരലിൽ ഒന്ന് കടിച്ചു. ദേ കണ്ണേട്ടാ, കൂടുന്നുണ്ട് കേട്ടോ. അവൻ ദേഷ്യത്തിൽ നോക്കിയിട്ട് കല്ലു അടുക്കളയിലേക്ക് പോയി.